360 ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ഉദയകുമാർ ഉരുട്ടിക്കൊലക്കേസിലെ പ്രതികളെ വെറുതെ വിട്ട സംഭവം കുടുംബം സുപ്രീം കോടതിയിലേക്ക്. തിരുവനന്തപുരം ഫോർട്ട് സ്റ്റേഷനിലെ ഉദയകുമാർ ഉരുട്ടിക്കൊലക്കേസിൽ പ്രതികളെ വെറുതെ വിട്ട വിധിക്കെതിരെ കുടുംബം സുപ്രീം കോടതിയിലേക്ക്. നാളെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകും. ഇതിനായി സുപ്രീം കോടതി അഭിഭാഷകൻ കേരളത്തിൽ എത്തിയതായി തിരുവനന്തപുരം നഗരസഭ ഡെപ്യൂട്ടി മേയർ പി കെ രാജു മാധ്യമങ്ങളോട് പറഞ്ഞു. കുടുംബത്തിന് തുടക്കം മുതൽ നിയമപോരാട്ടത്തിന് സഹായം നൽകുന്നത് സിപിഐ നേതാവ് കൂടിയായ പി കെ രാജുവാണ്. പ്രതികളെ വെറുതെ വിടുവാനുള്ള കാരണം എന്താണെന്ന് വിശദീകരിക്കുന്ന ഉത്തരവ് ലഭിച്ചിരുന്നു. 178 പേജുകളുള്ള ഉത്തരവാണ് ലഭിച്ചത്. എന്ത് അടിസ്ഥാനത്തിലാണ് ഈ പ്രതികളെ വെറുതെ വിട്ടതെന്ന കാര്യത്തിൽ വ്യക്തമായ വിശദീകരണം ഉത്തരവിലുണ്ട്. അത് തങ്ങളുടെ സുപ്രീം കോടതിയിലെ വക്കീൽ കുടുംബത്തിന്റെ വക്കാലത്ത് ഒപ്പിടിപ്പിച്ച് നടപടി പൂർത്തിയാക്കും. ഉദയകുമാറിന്റെ അമ്മയ്ക്ക് നീതി ലഭിക്കണമെന്നും പി കെ രാജു മാധ്യമങ്ങളോട് പറഞ്ഞു. മരിക്കുകയാണെന്ന് അമ്മയ്ക്ക് സന്ദേശം അയച്ചു. കാസർഗോഡ് നവവധു ഭർതൃവീട്ടിൽ തൂങ്ങി മരിച്ചു. കാസർഗോഡ് അരമങ്ങാനത്ത് നവവധു ഭർതൃവീട്ടിൽ തൂങ്ങി മരിച്ചു. അരമങ്ങാനം ആലിങ്കാൽ തൊട്ടിയിൽ വീട്ടിൽ രഞ്ജേഷിന്റെ ഭാര്യ കെ നന്ദനയാണ് മരിച്ചത്. പെരിയ ആയംപാറ വില്ലാരംപതിയിലെ കെ രവിയുടെയും സീനയുടെയും ഏകമകളാണ്. ഏപ്രിൽ 26-നായിരുന്നു നന്ദനയുടെ വിവാഹം. പ്രണയവിവാഹമായിരുന്നു. പെട്ടെന്നുണ്ടായ പ്രകോപനമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് നിഗമനം. ഞായറാഴ്ച ഉച്ചയ്ക്ക് മരിച്ച നിലയിൽ കണ്ടെത്തി. ഇന്നലെ രാവിലെ താൻ മരിക്കുവാൻ പോവുകയാണെന്ന ഫോൺ സന്ദേശം നന്ദന അമ്മ സീനയ്ക്ക് അയച്ചിരുന്നു. സന്ദേശം ലഭിച്ചയുടൻ ഭർതൃവീട്ടുകാരെ കാര്യം അറിയിച്ചു. മുട്ടിയിട്ടും തുറക്കാത്തതിനാൽ വീട്ടുകാർ വാതിൽ പൊളിച്ച് അകത്ത് കയറിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ മേൽപ്പറമ്പ് പോലീസ് കേസെടുത്തു. RDO ബിനു ജോസഫ്, SI KN സുരേഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടത്തി. പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. ബീഹാർ തിരഞ്ഞെടുപ്പ് സീറ്റ് വിഭജന ചർച്ചകൾക്ക് മുൻപേ ജെഡിയുവിന്റെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായി സന്തോഷ് കുമാർ നിരാല. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ NDA മുന്നണിയിൽ സീറ്റ് വിഭജന ചർച്ചകൾക്ക് കാത്തുനിൽക്കാതെ ആദ്യ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി നിതീഷ് കുമാർ. നിതീഷ് കുമാറിന്റെ ഈ നീക്കം സഖ്യകക്ഷിയായ BJPയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ജെഡിയുവിന്റെ പരമ്പരാഗത സീറ്റായ രാജ്പൂരിലേക്ക് മുൻ മന്ത്രി സന്തോഷ് കുമാർ നിരാലയെയാണ് നിതീഷ് കുമാർ ഏകപക്ഷീയമായി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. സാധാരണയായി സഖ്യകക്ഷികളുമായി കൂടിയാലോചനകൾ നടത്തിയ ശേഷമാണ് ഇത്തരം നിർണായക പ്രഖ്യാപനങ്ങൾ നടത്താറ്. എന്നാൽ ഈ പതിവ് തെറ്റിച്ച് നിതീഷ് കുമാർ നടത്തിയ നീക്കം മുന്നണിക്കുള്ളിൽ പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന് ശേഷം സീറ്റ് വിഭജന ചർച്ചകൾ നടത്തുവാനാണ് BJPയും ജെഡിയുവും തമ്മിൽ ധാരണയിലെത്തിയിരിക്കുന്നത്. എന്നാൽ ഈ ധാരണകൾക്ക് വിരുദ്ധമായി പട്ടികജാതി സംവരണ മണ്ഡലമായ രാജ്പൂരിൽ സന്തോഷ് കുമാർ നിരാല മത്സരിക്കുമെന്ന് നിതീഷ് കുമാർ പ്രഖ്യാപിച്ചു. ബക്സറിൽ നടന്ന പാർട്ടി യോഗത്തിൽ BJPയുടെ ഉപമുഖ്യമന്ത്രി സാമ്രാട്ട് ചൌധരി വേദിയിലിരിക്കെയാണ് ഈ പ്രഖ്യാപനം നടന്നത്. നിതീഷ് കുമാറിന്റെ ഈ നീക്കം BJPയെ അമ്പരപ്പിച്ചുവെങ്കിലും ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിവാദങ്ങൾ ഒഴിവാക്കുവാനാണ് BJP നേതൃത്വം ശ്രമിക്കുന്നത്. NDAയുടെ നേതാവാണ് നിതീഷ് കുമാർ. ജെഡിയുവിന്റെ പരമ്പരാഗത സീറ്റുകളിൽ ആര് മത്സരിക്കണമെന്ന് തീരുമാനിക്കുവാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട്, BJP നേതൃത്വം പ്രതികരിച്ചു. പോലീസിൽ മാത്രമല്ല വനം വകുപ്പിലും ഇടിയന്മാർ. 5 വർഷം മുൻപ് നടന്ന ക്രൂരമർദ്ദന വിവരങ്ങൾ തുറന്നു പറഞ്ഞ പൊതുപ്രവർത്തകൻ. സംഭവം നിലമ്പൂരിൽ. പോലീസിന് പിന്നാലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയും മർദ്ദനാരോപണം. 5 വർഷം മുൻപ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ക്രൂരമർദ്ദനമേറ്റെന്ന് തുറന്നു പറഞ്ഞ പൊതുപ്രവർത്തകനായ മലപ്പുറം നിലമ്പൂർ അകമ്പാടം സ്വദേശി ബൈജു ആൻഡ്രൂസ്. 5ഓളം ഉദ്യോഗസ്ഥർ ഒരു മുറിയിലേക്ക് തള്ളിയിട്ട് ശാരീരികമായി ഉപദ്രവിച്ചു. കാര്യം എന്താണെന്ന് പറയാതെയായിരുന്നു മർദ്ദനം. തടിക്കഷ്ണം ഉപയോഗിച്ച് തലക്കടിച്ചിരുന്നുവെന്നും മർദ്ദനത്തെ തുടർന്ന് നിത്യരോഗിയായെന്നും ബൈജു മാധ്യമങ്ങളോട് പറഞ്ഞു. 2020-ലാണ് കേസിനാസ്പദമായ സംഭവം. പങ്കാളിക്കൊപ്പം കപ്പ കൃഷി നടത്തുകയായിരുന്നു ബൈജു. ഇയാൾക്കൊപ്പം കൃഷി നോക്കി നടത്തിയിരുന്ന ആൾ മാനിനെ വെടിവെച്ച് കൊന്നു എന്ന കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു. ഇത് അന്വേഷിച്ചു പോയപ്പോഴാണ് കേസിൽ പങ്കുണ്ടെന്നാരോപിച്ചുകൊണ്ട് ബൈജുവിനെയും അകമ്പാടം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത്. സ്റ്റേഷനിൽ എത്തിയതു മുതൽ ഫോൺ കയ്യിൽ നിന്നും പിടിച്ചുവാങ്ങി മർദ്ദിക്കുകയായിരുന്നു. പൊതുപ്രവർത്തകനാണെന്ന കാര്യം പോലും പരിഗണിക്കാതെയായിരുന്നു ബൈജുവിനെ ഉദ്യോഗസ്ഥർ കെട്ടിയിട്ട് മർദ്ദിച്ചത്. പിന്നീട് കേസിൽ പ്രതിയാക്കി 2020 തന്നെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു.
എന്നാൽ കോവിഡ് കാലമായതിനാൽ ഓൺലൈനായിട്ടായിരുന്നു കോടതിയിൽ ഹാജരാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ജഡ്ജിയുടെ മർദ്ദന വിവരം തുറന്നു പറയുവാൻ സാധിച്ചിരുന്നില്ലെന്നും ബൈജു മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ കേസിന് ശേഷം തനിക്ക് കൃഷി ഉപേക്ഷിക്കേണ്ടി വന്നുവെന്നും ഇയാൾ പറഞ്ഞു. കുന്നംകുളത്തെ കസ്റ്റഡി മർദ്ദന വിവരം പുറത്തു വന്നപ്പോഴാണ് തനിക്ക് ഇക്കാര്യങ്ങൾ തുറന്നു പറയണമെന്ന് തോന്നിയതെന്നും ഇതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിക്കും വനമന്ത്രിക്കും പരാതി നൽകുമെന്നും ബൈജു വ്യക്തമാക്കി. അധ്യാപകരുടെ യോഗ്യതാ പരീക്ഷ സുപ്രീംകോടതി ഉത്തരവിനെതിരെ ഹർജി നൽകുവാൻ സർക്കാർ. അധ്യാപകർ യോഗ്യതാ പരീക്ഷ വിജയിച്ചിരിക്കണമെന്ന സുപ്രീംകോടതി വിധിക്കെതിരെ നിയമ നടപടിക്ക് സർക്കാർ. സുപ്രീംകോടതിയിൽ പുനഃപരിശോധനാ ഹർജിയോ വ്യക്തത നേടിയുള്ള ഹർജിയോ സമർപ്പിക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. സുപ്രീം കോടതിയിൽ പുനഃപരിശോധനാ ഹർജിയോ വ്യക്തത തേടിയുള്ള ഹർജിയോ സമർപ്പിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. സുപ്രീം കോടതി വിധി പ്രകാരം 5 അതിലധികമോ വർഷം സർവീസ് ബാക്കിയുള്ള അധ്യാപകർ 2027 സെപ്റ്റംബർ 1 കേടെറ്റ് യോഗ്യത നേടിയിരിക്കണം. യോഗ്യത നേടാത്തവർ നിർബന്ധിത വിരമിക്കൽ നടപടി നേരിടേണ്ടി വരും. നിലവിൽ സംസ്ഥാനത്ത് സർക്കാർ എയ്ഡഡ് മേഖലകളിലായി ആകെ 1.75 ലക്ഷം സ്കൂൾ അധ്യാപകരുണ്ട്. ഹയർ സെക്കൻഡറി ഒഴികെ 1 മുതൽ 10 വരെ ക്ലാസുകളിലുള്ള 1.5 ലക്ഷം അധ്യാപകർക്കാണ് കേടെറ്റ് നിർബന്ധം. ഇതിൽ 70,000-ലധികം അധ്യാപകർ കേടെറ്റ് നേടി നിയമിതരായവരാണ്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. കൺമുൻപിൽ വിരലറ്റു, ഫേസ്ബുക്ക് കുറിപ്പുമായി മാധ്യമപ്രവർത്തക. കൺമുൻപിൽ വിരലറ്റുപോയതിന്റെ ഞെട്ടലിലാണ് മാധ്യമപ്രവർത്തകയായ രാഖി റാസ്. ഫേസ്ബുക്കിലാണ് ഏവരെയും ഞെട്ടിക്കുന്ന സ്വന്തം അനുഭവം രാഖി പോസ്റ്റ് ചെയ്തത്. ജോലി സംബന്ധമായി കോഴിക്കോട് വടകരയിലേക്ക് പോയി മടങ്ങവെ സ്വകാര്യ ബസിന്റെ വാതിൽ വശത്തെ തകിടിൽ കുരുങ്ങിയാണ് വനിതാ പത്രാധിപ സമിതി അംഗമായ രാഖിക്ക് മോതിരവിരൽ നഷ്ടപ്പെട്ടത്. ബസിൽ നിന്നും ഇറങ്ങുമ്പോഴായിരുന്നു സംഭവം. മോതിരവും മുറിഞ്ഞുപോയ വിരലും ഡോറിന് സമീപം ഇരുമ്പ് തകിടിന്റെ വിടവിൽ തറഞ്ഞിരുന്നു. ധൈര്യം സംഭരിച്ച് വിരലും മോതിരവും ഊരിയെടുത്ത് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ എത്തിയെങ്കിലും തുന്നിച്ചേർക്കാനാകാത്ത വിധമായിരുന്നു. സ്വകാര്യ ബസ്സുകളുടെ ഡോറിനടുത്ത വിടവുകളിൽ മോതിരം കുടുങ്ങി ഇത്തരം അനുഭവം നേരിട്ട മറ്റു പലരുമുണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞാണ് രാഖി അറിഞ്ഞത്. രാഖിയുടെ മോതിരം മുൻപും ഇതുപോലെ കുടുങ്ങിയിട്ടുണ്ട്. മോതിരം പൊട്ടിയതുകൊണ്ട് മാത്രമാണ് അന്ന് രക്ഷപ്പെട്ടത്. ബസിന്റെ ബോഡി ഡിസൈനിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ ഇനിയും ഇത്തരം അപകടങ്ങൾ സംഭവിച്ചേക്കാമെന്ന് രാഖി മുന്നറിയിപ്പ് നൽകുന്നു. കഞ്ചിക്കോട് വ്യവസായ സമ്മിറ്റിന് ക്ഷണമില്ല, വി.കെ. ശ്രീകണ്ഠൻ എംപിക്കും അതൃപ്തി. കഞ്ചിക്കോട് വ്യവസായ സമ്മിറ്റിന് ക്ഷണിക്കാത്തതിൽ വി.കെ. ശ്രീകണ്ഠൻ എംപിക്കും അതൃപ്തി. സ്ഥലം എംപി ആയിട്ടും ശ്രീകണ്ഠനെ ക്ഷണിച്ചിരുന്നില്ല. മന്ത്രി കെ കൃഷ്ണൻകുട്ടിയെയും പരിപാടിക്ക് ക്ഷണിക്കാത്തതിൽ വിമർശനമുണ്ട്. പാലക്കാട് ജില്ലാ ചുമതലയുള്ള മന്ത്രിയാണ് കെ കൃഷ്ണൻകുട്ടി. വ്യവസായ വകുപ്പ് സംഘടിപ്പിക്കുന്ന പരിപാടിയിലേക്ക് മന്ത്രിയെ ക്ഷണിച്ചിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് സ്ഥലം എംപിയായ വി.കെ. ശ്രീകണ്ഠൻ പരിപാടിയിലേക്ക് ക്ഷണിക്കാത്തതിൽ അതൃപ്തി പരസ്യമാക്കിയിരിക്കുന്നത്. വ്യവസായ വകുപ്പുമായി സഹകരിച്ചാണ് കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ ഫോറം പാലക്കാട് പുതുച്ചേരിയിൽ സമ്മിറ്റ് നടത്തുന്നത്. മന്ത്രിമാരായ പി രാജീവ്, എം പി രാജേഷ് എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.